പ്രിയപ്പെട്ട KEN വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, രാവുണ്ണി പറഞ്ഞതുപോലെ തന്നെ ദീർഘമായിട്ട് സംസാരിക്കാനുള്ളൊരവസരമല്ല. ഒന്നാമത് ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ളതിന് മുൻപുള്ള ചില ചർച്ചകളിൽ ഓർക്കാട്ടേരിയിൽ നടന്ന ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുസ്തകത്തെ സംബന്ധിച്ച് സാമാന്യം ദീർഘമായ ഒരു കുറിപ്പും എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സവിശേഷമായൊരു കാര്യം, ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് യോജിച്ചുകൊണ്ട് തന്നെ ഏറ്റവും സവിശേഷമായിട്ടുള്ളൊരു കാര്യം, ഒരു വളരെ ഉന്നതമായ രീതിയിലുള്ള ഒരു അക്കാഡമിക് മികവ് പുലർത്തുന്ന ഒരു അധ്യാപകൻ, അതുപോലെ തന്നെ ഗവേഷകൻ, വിമർശകൻ എന്ന രീതിയിലൊക്കെ തന്നെ നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ, രാഷ്ട്രീയ മണ്ഡലത്തിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരാളാണ് ഡോക്ടർ PK പോക്കർ. അദ്ദേഹത്തിൻ്റെ ആ ദാർശനികതയുടെ അതിൻ്റെ വളരെ ആഗോളമായ, കാരണം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹം ഉടനെ തന്നെ അൽത്തൂസറിലേക്കും സാർത്തറിലേക്കുമാണ് പോകുന്നത്. അൽത്തൂസറിൻ്റെയോ സാർത്തറിൻ്റെയോ ബാല്യകാലമല്ല എൻ്റെ. അപ്പോൾ വളരെ ആഗോളമായ, കാരണം നമ്മൾ ജീവിക്കുന്ന കാലത്തിൻ്റെ ഏറ്റവും വളരെ സാർവദേശീയമായ ഒരാലോചനയുടെ, വളരെ സാർവദേശീയമായ പരികൽപ്പനകളിൽ നിന്ന് കൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മമായ രീതിയിൽ ഒന്ന്, ഇപ്പം ദറിദയുടെ അപനിർമ്മാണം, അദ്ദേഹത്തിൻ്റെ പേരിനെ തന്നെ അപനിർമ്മിക്കുകയാണ്. പോക്കർ എന്ന പേരിൻ്റെ ഗുണവും ദോഷവുമുണ്ട്. കാരണം അത് അറബി ഭാഷയിലുള്ളൊരു വാക്കല്ല, അത് മുസ്ലിം കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പോക്കർ എന്നത് ഒരു മുസ്ലിം നാമധേയമാണ്. മുസ്ലിം നാമധാരി എന്നുള്ള രീതിയിലോ അല്ലെ മുസ്ലിം അപരത്വത്തിൻ്റെ എല്ലാം കൽപ്പിക്കുകയും അതിൻ്റെ ഇതാണ്. അതേ സമയത്ത് തന്നെ അത് അറബിയിലുള്ളൊരു വാക്കുമല്ല. അപ്പം ഇത് കേരളത്തിൽ അപരത്വമായ ഈ പോക്കർ എന്നത് കേരളത്തിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കൗതുകമോ അല്ലെങ്കിൽ അത് ഒരു മറ്റൊരു രീതിയിലേക്ക് അത് മാറുന്നു. നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അപരത്വം തോന്നുന്ന ചില യൂറോപ്യൻ നാമങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു വാക്കായി മാറുന്നത്. അപ്പോൾ അതിനേക്കുള്ള ഒരു ഒബ്ജക്റ്റീവായി ഒരേ സമയത്ത് തന്നെ താൻ അനുഭവിക്കുന്ന വളരെ തീക്ഷ്ണമായ, വളരെ വേദനാജനകമായ, വളരെ ചരിത്രപരമായ ഒരു അവസ്ഥയെ മാറി നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരു ദാർശനികൻ അതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സവിശേഷമാണ്. അദ്ദേഹം ഞാൻ പങ്കിടുന്ന സിനിമാ വിമർശനത്തിൻ്റെ മേഖലയിലും ധാരാളം പ്രവർത്തിക്കുന്ന ആളാണ്. ഞങ്ങൾ അതിൻ്റെ ഇതിലൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ സംഘടനാപരമായ പ്രശ്നങ്ങൾ, പുരോഗമന കലാസാഹിത്യ സംഘത്തിനകത്തും അല്ലെങ്കിൽ വളരെ വിശാലമായ കേരളത്തിലെ മാർക്സിസ്റ്റ് വിമർശന മണ്ഡലത്തിൽ, അതിൻ്റെ സംഘടനാ രംഗത്ത് അനുഭവിച്ച പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ സത്യസന്ധമായ ആർജവമായി അത് അവതരിപ്പിക്കാൻ കഴിയുന്നു. സംഘടനയിൽ മാത്രമല്ല, സമരത്തിൽ നിന്ന് പോലും അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു സമരത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഐക്യത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ ഐക്യത്തിൽ നിന്ന് പോലും അതിനുള്ളിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്ന സമയത്ത് നമ്മൾ വളരെ ഫാസിസത്തിനെതിരെ അല്ലെങ്കിൽ നവഫാസിസത്തിനെതിരെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും ആ സമരത്തിൻ്റെ ഏറ്റവും കുന്തമുന ആരാണ് നമ്മളുടെ പ്രശ്നമെന്ന് വ്യാഖ്യാനിക്കുന്നതിനോ അല്ലെങ്കിൽ കൃത്യമാകുന്നതിനോ പകരം നിർബന്ധമായും ഒപ്പമുണ്ടായിരിക്കേണ്ട ഒരാളെ എങ്ങനെയാണ് വെട്ടുന്നത് എന്ന് നമ്മൾ വളരെ നേരിട്ട് അനുഭവിക്കുകയും കാണുകയും അല്ലെങ്കിൽ പോക്കർ മാഷോടൊപ്പം അത് പങ്കിടുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹം തന്നെ ഇതിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ 5 മാറി. അതായത് PK പോക്കർ എന്നുള്ളത് PK എന്നതിനോടൊപ്പം KEN എന്ന 3 അക്ഷരം കൂടി അതിൻ്റെ ഒപ്പം വന്നു. പിന്നീട് അത് 9 അക്ഷരമായി മാറി. അതിലൊരു എൻ്റെ പേരും അതുപോലെ തന്നെ ജോസഫുമായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ ഒരു കോക്കസായി മാറി. ഇടതുപക്ഷത്തിനകത്ത് ഈ പറഞ്ഞതുപോലെ സ്വത്വ രാഷ്ട്രീയത്തെ ഇതിനകത്തേക്ക് ഒളിച്ചു കടത്തുന്ന ഒരു പ്രത്യേക കോക്കസ് പുരോഗമന കലാസാഹിത്യ സംഘത്തിനകത്ത് വന്നു എന്ന രീതിയിലാണ്. ഇപ്പോഴും ഞാൻ ഇന്നലെ രാത്രി അത് അയച്ചു കൊടുക്കുക പറഞ്ഞപ്പോൾ പോക്കർ മാഷ് വെറുതെ ഉറക്കം കളയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വളരെ ആഭാസകരമായി സംസാരിക്കുന്ന കേരളത്തിലെ ഒരാൾ, ശ്യാംകുമാർ പേര് പറയാൻ പേടിച്ചിട്ടല്ല, പക്ഷേ അത് നമ്മളുടെ ഒരു ഗൗരവം കളയും. അതായത് വക്കീലാണെങ്കിലും സ്വയം ജഡ്ജിയാണെന്ന് വിചാരിക്കുന്ന ഒരാൾ വളരെ ആഭാസകരമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട്, തെറിപ്പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് KENനെയും ഡോക്ടർ പോക്കറെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടുള്ളൊരു എനിക്കൊരു ഇതുമായിട്ട് ഈ സംഘടനയൊന്നുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് അയച്ചു തരികയാണ്. അപ്പം അതെങ്ങനെയാണ് നമ്മളുടെ ഇതിലേക്ക് മർദ്ദനത്തെ കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയാൻ കഴിയും. അപ്പം അത് വേണമെങ്കിൽ കേസ് കൊടുക്കട്ടെ, ഞാനിതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഞാനത് കേട്ട സമയത്ത് എനിക്ക്
ഈ കോർട്ട് എന്നുള്ള സിനിമയാണ് ഓർമ്മ വന്നത്. ആ കോർട്ട് എന്ന സിനിമയിൽ കോടതി നടപടി, ഒരു ദളിതനായ ഒരു കവി, ദളിത് സമുദായത്തിൽപ്പെട്ട വിമോചകനായ ഒരു കവി, ആ കവിയെ അകാരണമായൊരു കുറ്റം അദ്ദേഹത്തിൻ്റെ മേലെ ആരോപിച്ച് പിന്നെ ഒരു ബോംബെ നഗരത്തിലെ ഒരു ഈ തൊഴിലാളിയുടെ മരണത്തിൻ്റെ കുറ്റം ഈ കവിയുടെ മേൽ ആരോപിക്കുന്ന രീതിയിലുള്ള വളരെ വിചിത്രമായ ഒരിതാണ്. അത് വലിയ അന്താരാഷ്ട്ര തലത്തിന് അംഗീകരിക്കപ്പെട്ടതാണ്. ആ സിനിമയിൽ വളരെ സൂക്ഷ്മമായിട്ട് അന്വേഷിക്കുന്നത് ഇതിൽ കേസ് പരിശോധിക്കുന്ന ജഡ്ജിയുടെ വീട്ടിൽ അവരുടെ അനുഷ്ഠാനങ്ങളും ഇതൊക്കെയാണ്. യഥാർത്ഥത്തിൽ കോടതി നമ്മളെങ്ങനെ സിനിമയിൽ കാണുമ്പോൾ കോടതി നടപടി കാണുന്നു, അവിടുത്തെ വാദങ്ങൾ കാണുന്നു, അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നു, കേസാണ്. അങ്ങനെയല്ല. അതോടൊപ്പം തന്നെ ഈ ജഡ്ജി എങ്ങനെയാണ് ജീവിക്കുന്നത്, ഈ ജഡ്ജി എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന് അവരുടെ വീട്ടിലേക്ക് സിനിമ പോവുകയാണ്. നമുക്കറിയാം. അപ്പോൾ കാരണം അംബേദ്കർ ജീവിച്ച ജീവിതം, അല്ലെങ്കിൽ അയ്യങ്കാളി അനുഭവിച്ച അല്ലെങ്കിൽ പ്രശ്നം, അങ്ങനെ അവർ കാര്യങ്ങളെ കണ്ടതും ഒക്കെ തന്നെ. അപ്പോൾ അത്തരത്തിൽ കൊണ്ടുപോകുന്ന പോലെയാണ് ഈ ആളുകൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു സാമൂഹിക അധികാരം. ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ യൂട്യൂബിൽ ഇത്തരം ആക്ഷേപം ഉയർത്തിയ ആളുടെ മെമ്പർഷിപ്പ് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ് ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയം. അദ്ദേഹം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ടെന്ന് തിരിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. ഇന്നലെ ഈ ആക്ഷേപം ഉന്നയിച്ച ആളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് പലരും ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ചിലപ്പോൾ തിരിച്ചെടുക്കുമായിരിക്കും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള ഈ മർദ്ദനങ്ങളുടെ ഒരു ഇതാണ് യഥാർത്ഥത്തിൽ വളരെ സത്യസന്ധമായി ഇതിലുള്ള അഭാവങ്ങളെ ശ്രീകല ഉന്നയിച്ച് നന്നായി. അതിനുള്ള ഒരു പ്രതികരണം പോക്കർ മാഷ് നൽകുമായിരിക്കും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ ദാർശനികമായ തൻ്റെ പഠനത്തിൻ്റെ നമുക്ക് വളരെ വ്യാഖ്യാതാക്കൾ പലപ്പോഴും ധാരാളം വ്യാഖ്യാതാക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈദേശികമായ പഠനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ പഠനങ്ങൾ തന്നെ കൃത്യമായി വിശദീകരിക്കുകയും നമുക്ക് അത് പരീക്ഷയ്ക്ക് മാർക്ക് ലഭിക്കാൻ കിട്ടുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ നല്ല വ്യാഖ്യാതാക്കൾ ഒരുപാട് നമുക്കുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പുറത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് സ്വന്തം ജീവിതത്തിൻ്റെ ചരിത്ര സന്ദർഭത്തിൻ്റെ അത് പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ ഇവിടെ അശോകൻ മുണ്ടോനൊക്കെ പറഞ്ഞ പോലെ തന്നെ അന്നും ഇന്നും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും ഒരു പ്രധാന പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം ആക്ച്വലി എക്സിസ്റ്റിംഗ് സോഷ്യലിസം അല്ലെങ്കിൽ ആക്ച്വലി എക്സിസ്റ്റിംഗ് ലെഫ്റ്റ് എന്തുകൊണ്ടാണ് എന്ന് എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് പോക്കർ മാഷുടെ പഠനങ്ങളിലൂടെ പോകുമ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ ദാർശനിക രാഷ്ട്രീയ പഠനങ്ങളിലൂടെ എപ്പോഴും സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇപ്പോൾ ഇന്നലെ രാത്രി ഞാനിവിടെ ഇന്ന് കളിയെക്കുറിച്ച് ഇവിടെ ഇക്ബാൽ പറയുകയുണ്ടായി. ഇന്നലെ നടന്ന കളി യഥാർത്ഥത്തിൽ സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള കളിയുടെ ഇടയിൽ തന്നെ ട്രംപ് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഗാലറിയിലേക്ക് നോക്കുന്നുണ്ട്. ട്രംപ് അവിടെ ഇരിക്കുന്നുണ്ട്, കാരണം അമേരിക്കയിലാണ് നടക്കുന്നത്. അപ്പോൾ ട്രംപ് അവിടെ ഇരിക്കുമ്പോൾ ഹിറ്റ്ലർ 1936 ഒളിമ്പിക്സിൽ ബെർലിനിൽ നടന്ന ഒളിമ്പിക്സിൽ ഹിറ്റ്ലർ ഇരുന്നതും ജെസ്സി ഓവൻസിന് ഗോൾഡ് മെഡൽ അല്ലെങ്കിൽ ആദ്യ ഓട്ടത്തിൽ ഗോൾഡ് മെഡൽ കൊടുക്കുന്ന സമയത്ത് ഹിറ്റ്ലർ വിട്ടുപോയതും. അപ്പോൾ ഞാൻ ട്രംപ് വിട്ടുപോകുമോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഉറക്കം കളഞ്ഞ് മുഴുവൻ അത് ആലോചിക്കണമെങ്കിൽ അവിടെ ഇരിക്കേണ്ടി വരുന്നതുകൊണ്ട് ഞാൻ സത്യത്തിൽ അത് നോക്കാതെ തന്നെ ഉറങ്ങി. ഇന്ന് രാവിലെ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ട്രംപ് വിട്ടുപോയിട്ടില്ല. അപ്പോൾ ട്രംപാണോ ഹിറ്റ്ലറാണോ കൂടുതൽ ക്രൂരൻ എന്നുള്ള ചർച്ചയിലേക്ക് അത് എന്നെ നയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ കളിയെ സ്റ്റേഡിയത്തിൽ നിന്ന് ഗാലറിയിലേക്കും ഗാലറിയിൽ നിന്ന് ചരിത്രത്തിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന വളരെ സത്യസന്ധമായ അതുപോലെ തന്നെ വളരെ ചരിത്രപരമായ വളരെ ദാർശനികമായ ചിന്തകളുടെ ഒരു തീ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ എരിക്കിൻ തീ എന്നുള്ളത്. അത് അങ്ങനെ കെടുത്താൻ സാധിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു.